എങ്ങനെ നമുക്കൊരു ഫോൺ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം? ഇതിന് ഈ ഒരു ഫോൺ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ രേഖകളാണ് ആവശ്യമുള്ളത്? ഓക്കെ, അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഫോൺ പേ ആപ്ലിക്കേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഫോൺ പേ ആപ്ലിക്കേഷൻ്റെ പ്ലേ സ്റ്റോറിലോട്ട് നിങ്ങൾ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഫോൺ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന 96% ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ഓൺ ഓപ്ഷൻ ഇട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് രണ്ടെണ്ണമാണ്. ഓക്കെ, അപ്പം ഒന്ന് നിങ്ങൾ രജിസ്റ്റർ, അതായത് നിങ്ങൾ ചെയ്യുന്ന നമ്പർ, നിങ്ങൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന നമ്പർ നിങ്ങൾ ബാങ്കിൽ കൊടുത്തിട്ടുള്ള അതേ നമ്പർ തന്നെ ആയിരിക്കണം. പിന്നെ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ATM കാർഡും മസ്റ്റാണ്. ഓക്കെ, ATM കാർഡും കൂടിയും ഉണ്ടായിക്കഴിഞ്ഞാലാണ് നമുക്ക് പൂർണ്ണമായി ഫോൺ പേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ആ നമ്പർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങളോട് പെർമിഷൻസ് ചോദിക്കുകയാണ്. അലോ ഫോൺ പേ ടു സെൻഡ് ആൻഡ് വ്യൂ SMS മെസ്സേജ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അലോ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് എൻ്റർ യുവർ 4 digits പാസ്വേഡ്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് OTP വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു OTP നിങ്ങൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് അതുപോലെ കാണിക്കുന്നത് എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നത്. ഏതായാലും നമ്മൾ OTP എൻ്റർ ആയി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ ഒരു ഫോൺ പേ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കാണ്ട് നമ്മുടെ കോൺടാക്റ്റിലുള്ള ഏതെങ്കിലും പേഴ്സൺ ഫോൺ പേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാം നിങ്ങൾ അലോ ചെയ്യുക. അലോ ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇവിടെ ലേറ്റർ എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വിടാം. ഓക്കെ, അപ്പം ഡോൺ ഷോയിൻ ഗോട്ട് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഫോൺ പേ ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ആയി, എന്നാൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമ്മളിതിൽ എങ്ങനെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാം? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ്സ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് എൻ്റെ ഇപ്പോൾ 3 ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ലിങ്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ബാങ്ക് ഞാൻ ഇവിടുന്ന് പോക്കിയിട്ട് അതെങ്ങനെ ലിങ്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് അൺലിങ്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ ഇവിടുന്ന് അൺലിങ്ക് ചെയ്തു. ഇനി ഏതായാലും ഞാൻ പുതുതായിട്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ അയക്കണം. ഓക്കെ, ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് പ്രൊഫൈലേക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ടും പേയ്മെൻറ്റ് മെത്തേഡും കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. വ്യൂ ഓൾ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ആഡ് ന്യൂ എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആഡ് ന്യൂ എന്ന് തന്നെ ആയിരിക്കില്ല കാണാൻ സാധിക്കുക. ചിലപ്പോൾ ആഡ് ചെയ്യാനായിരിക്കും. കാരണം ഞാൻ ഓൾറെഡി 2 ബാങ്ക് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആഡ് ന്യൂ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ഒരു ബാങ്ക് നിങ്ങൾ വന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആയിട്ട് ആ ഒരു ബാങ്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആണോ എന്ന്
കൺഫേം ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ലിങ്കാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ലിങ്കായി, സക്സസ്ഫുള്ളായിട്ട് ലിങ്കായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാഞ്ചും നിങ്ങളുടെ IFSC കോഡും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിന്നീട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴെയായിട്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം റീസെറ്റ് പിൻ. ഓക്കെ, ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് റീസെറ്റ് പിൻ എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പം ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക റീസെറ്റ് അല്ലായിരിക്കും, സെറ്റ് പിന്നായിരിക്കും. കാരണം ഞാൻ ഓൾറെഡി ഇതിൽ ലിങ്ക് ചെയ്തതായിരുന്നു, അതുകൊണ്ടായിരിക്കും. ഞാൻ ഓൾറെഡി ആ UPIൻ്റെ പിന്ന് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് റീസെറ്റ് പിന്നെന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ സെറ്റ് പിൻ എന്നായിരിക്കും, പിന്ന് സെറ്റ് ചെയ്യാൻ. ഇവിടെ പിന്ന് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ATM കാർഡ് മസ്റ്റാണെന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇതേ ബാങ്ക് അക്കൗണ്ടുമായിട്ടുള്ള ATM കാർഡ് തന്നെ വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ATM കാർഡിൻ്റെ ലാസ്റ്റത്തെ 14 ഡിജിറ്റ് ആയിരിക്കും ഒരു ATM കാർഡിൻ്റെ നമ്പർ ഏകദേശം ഉണ്ടാവുക എന്നാണ് തോന്നുന്നത്. ഏതായാലും നിങ്ങൾ അതിൻ്റെ ലാസ്റ്റത്തെ 6 ഡിജിറ്റ് നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ലാസ്റ്റത്തെ 6 ഡിജിറ്റ് നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് MM കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ആ ഒരു MM നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. MM എന്ന് പറഞ്ഞാൽ നിങ്ങളെ ATM കാർഡിൻ്റെ മന്ത്, ഓക്കെ, മന്ത് ഓഫ് ഇയർ എന്നൊക്കെ നിങ്ങൾക്ക് ഡേറ്റ് കാണാൻ സാധിക്കും. അത് എക്സ്പയർ ആകുന്ന ഡേറ്റും മന്തും ഇയറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മന്ത് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 01 തന്നെ ഇട്ട് കൊടുക്കണം. 1 ഇട്ടാൽ റെഡി ആക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇയർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ആ ഒരു ഇയറും കൂടിയും എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങളുടെ UPIൻ്റെ പിന്ന് സെറ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു UPIൻ്റെ 4 ഡിജിറ്റ് പിന്ന് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫോൺപേയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫോൺപേയുടെ UPI ID എവിടെയാണെന്ന് നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ഫോൺപേൻ്റെ UPI QR കോഡ്, അതായത് നമ്മളൊരു ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു QR കോഡിൻ്റെ സ്റ്റാൻഡൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫോൺപേൻ്റെ QR കോഡ് എവിടെ നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ ഓപ്ഷൻ ഇട്ട് വെക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.